ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവികളെ കൊല്ലാനുള്ള കേരളത്തിന്റെ ആവശ്യത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വന്യജീവികളെ കൊല്ലാൻ ഉത്തരവ് ഇടാം എന്ന വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് മറുപടി. ഈ മാസം 6-ന് കേരളം അയച്ച കത്തിനാണ് കേന്ദ്രത്തിന്റെ ഈ മറുപടി ഉള്ളത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേർന്നതിന് കൂടുതൽ വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഇത് ഈ രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ കത്ത്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്തിന് എത്രമാത്രം തിരിച്ചടിയാണ്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി ആക്രമണം സംസ്ഥാനത്ത് രൂക്ഷമാകുന്നു. ഈ വനമേഖല പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ വന്യജീവി ആക്രമണ ഭീതിയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഘട്ടത്തിൽ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനപ്രകാരം തന്നെയാണ് സംസ്ഥാനം കേന്ദ്ര വനം മന്ത്രാലയത്തിന് കത്തയക്കുന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത് 1972 വന്യജീവി സംരക്ഷണ നിയമം, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഭേദഗതി ചെയ്തുകൊണ്ട് അക്രമകാരികളായ, അതായത് ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയുള്ള അനുമതിക്കായി ഭേദഗതി ചെയ്യണം, അനുമതി നൽകണമെന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്ന് കേരളത്തിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ കത്ത് വന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി ഈ അനുമതി നിഷേധിക്കുന്നുണ്ട്. മാത്രവുമല്ല, 72 നിയമപ്രകാരം മാത്രമേ ചട്ടങ്ങൾ, SOP ഉൾപ്പെടെയുള്ള ആക്ടിലെ ചട്ടങ്ങൾ പ്രകാരം മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്നും പറയുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഒരു വന്യജീവിയെ കൊല്ലാൻ, അതായത് അക്രമകാരിയായ ഒരു വന്യജീവിയെ കൊല്ലണമെങ്കിൽ പോലും അതിന് നടപടിക്രമങ്ങൾ നിരവധിയുണ്ട്. ആദ്യം ഇത് മനുഷ്യനെ കൊല്ലുന്ന വന്യജീവിയാണെന്ന് സ്ഥിരീകരിക്കണം. പിന്നീട് മയക്കുവെടി, അതുപോലെ സ്ഥലം മാറ്റൽ, ഇങ്ങനെയുള്ള SOP പ്രകാരം മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ SOP പാലിക്കുന്ന സമയം കൊണ്ട് വന്യജീവി നാടാകെ വലിയ ആക്രമണം നടത്തുകയും ചെയ്യും. ഈ സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു കേരളത്തിൻ്റെ കത്ത്. കേരള മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമായിരുന്നു ആ കത്തയച്ചത്. ആ കത്തിനാണ് ആ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ഇപ്പോൾ കേന്ദ്രം കേരളത്തിന് അയച്ചിരിക്കുന്നത്. ഇന്നാണ് കേരളത്തിന് ആ കത്ത് കിട്ടിയത്. ആ കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. പ്രജിൻ, യെസ്, അത് നിലവിലുള്ള രീതി തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ SOP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, അത് ഘട്ടഘട്ടമായി നൽകേണ്ടതാണ്, നടത്തേണ്ടതാണ്. അപ്പോൾ അതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തീരുമാനമെടുക്കാം എന്നാണ് ഈ കത്തിൽ പറയുന്നത്. ദീപക് തുടരുന്നുണ്ട്. ദീപക്, അതായത് എന്താണോ നിലവിൽ ഉള്ളത് അത് ആ സ്ഥിതി തന്നെയാണ് തുടരേണ്ടത് എന്നുകൂടി വ്യക്തമാക്കുന്നതല്ലേ ഈ കത്ത്? അതായത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SOP അത് ഘട്ടം ഘട്ടമായിട്ടുള്ളതാണ്. അതുവഴി തന്നെ മുന്നോട്ട് പോകണം. ഏറ്റവും ഒടുവിൽ മാത്രമേ അത് എന്താണ് പറയുക, വെടിവെക്കാനുള്ള ഉത്തരവൊക്കെ ഇടാൻ കഴിയൂ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് എന്നല്ലേ? പ്രജിന്, ഈ 72 നിയമത്തിന് ഒരുപാട് അപാകതകളുണ്ട്. കാരണം ഒന്ന്, അന്ന് ഇത്രയും വന്യജീവി ആക്രമണം രാജ്യത്തെവിടെയുമില്ല. പ്രത്യേകിച്ചും കേരളത്തിലാണ് ഈ വന്യജീവി ആക്രമണ ശല്യം കൂടുതലുള്ളത്. അത് മനുഷ്യന് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടാകുന്നു. പക്ഷേ ഈ കത്ത് തുടങ്ങുന്നത് തന്നെ കേരളത്തിൻ്റെ 6-ാം തീയതിയുള്ള കത്ത്, അതായത് ജൂൺ 6-നാണ് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത്. അതിനാണ് ഇന്ന് മറുപടി വന്നിരിക്കുന്നത്. ആ കത്തിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഈ വന്യജീവികളുടെ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ വേണ്ടിയാണ് ഈ നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ആ ആക്ടിലെ 2 സെക്ഷൻസ് ചൂണ്ടിക്കാണിക്കുന്നു. അതുപ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു വരി കൂടിയുണ്ട്. മാത്രവുമല്ല, ഇത് നേരത്തെ ഭൂപേന്ദ്ര യാദവ്, അതായത് കേന്ദ്ര വനം മന്ത്രി പറഞ്ഞതിൻ്റെ പൂർണ്ണമായും തെറ്റാണ് എന്ന് കാണിക്കുന്നതാണ് ഈ കത്ത്. കാരണം കേന്ദ്ര വനമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന് വെടിവെക്കാം, സംസ്ഥാനത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തീരുമാനിക്കാമെന്നുള്ളതാണ്. പക്ഷേ കാലഹരണപ്പെട്ട ചട്ടങ്ങളാണ് അതിലുള്ളത്. കാരണം ഒരു മനുഷ്യനെ കൊന്ന ഒരു വന്യജീവിയെ വെടിവെക്കണമെങ്കിൽ പോലും അതിന് നിരവധി മണിക്കൂറുകളുടെ ചട്ടം പാലിക്കേണ്ട പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിയമഭേദഗതി ആവശ്യപ്പെട്ടു. പക്ഷേ നിയമഭേദഗതി സാധ്യമല്ല എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രജിൻ, ശരി. ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.